ഇപ്പോൾ മന്ത്രി ജെ ചിഞ്ചുറാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും കുട്ടിക്കർഷകരുടെ വീട് സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് 13 പശുക്കൾ അവിടെ ചത്തുവീണത്. കപ്പത്തൊലിയിലെ സയനൈഡ് അംശം ഉള്ളിൽ ചെന്നാണ് 13 പശുക്കളും ചത്തുവീണത്. കുട്ടിക്കർഷകരായ മാത്യുവും ജോർജും വളർത്തുന്ന കന്നുകാലികളാണ് ഇന്നലെ പെട്ടെന്ന് ചത്തുവീണത്. ഇപ്പോൾ ആ കുട്ടികളുടെ അമ്മയെ ആശ്വസിപ്പിക്കുകയാണ് മന്ത്രി ജെ ചിഞ്ചുറാണി. ആദ്യം മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. എല്ലാ ഡോക്ടർമാരും നമ്മൾ ഏർപ്പാട് ചെയ്തിരുന്നു. അവരെല്ലാം ചെയ്തു തന്നില്ലേ? പുറത്താണ് അടിച്ചു കെട്ടിയിട്ടായിരുന്നു. അകത്തേക്കിന്റെ ചെറുതാണ്. കറക്കുന്ന എത്ര ഉണ്ടായിരുന്നു? അതിലാണ് 5 എണ്ണം. മന്ത്രിമാരായ ചിഞ്ചുറാണിയും റോഷി അഗസ്റ്റിനും തൊടുപുഴയിൽ കുട്ടിക്കർഷകരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇന്നലെയാണ് 13 പശുക്കൾ ചത്തുവീണത്. ആ കുടുംബം അതോടെ വലിയ പ്രയാസത്തിലായി. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതോപാധിയാണ്. 2 കുട്ടികളാണ് അരുമയായി ഈ കാലികളെ വളർത്തിയിരുന്നത്. കപ്പത്തൊലിയിലെ സയനൈഡ് അംശം ഉള്ളിൽ ചെന്നാണ് ഈ 13 പശുക്കളും ചത്തുവീണത് എന്നാണ് പരിശോധനയിൽ തെളിഞ്ഞത്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയായിരുന്നു. ഇപ്പോൾ മന്ത്രിമാർ എത്തിയിരിക്കുന്നു, കുടുംബത്തെ ആശ്വസിപ്പിക്കുന്നു. മന്ത്രി ജെ ചിഞ്ചുറാണി കുട്ടികളുടെ അമ്മയോട് പറഞ്ഞത് എല്ലാ സഹായവും ചെയ്യുമെന്നാണ് മന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഞങ്ങള് മെനഞ്ഞാന്ന് വൈകിട്ട് ഞായറാഴ്ച ഒരു രാത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം അറിയുന്നത്. എനിക്ക് തോന്നുന്നു മാത്യു നേരിട്ട് നമ്മുടെ അഡീഷണൽ സെക്രട്ടറി വിളിച്ചിരുന്നു. അവിടെ നിന്നാണ് പെട്ടെന്ന് തന്നെ ഡോക്ടർമാരെയൊക്കെ വേണ്ടുന്ന ഏർപ്പാടും എല്ലാം ചെയ്തു കൊടുത്തത്. നമുക്കറിയാം 13 പശുക്കളാണ് ഒരുമിച്ച് മരണപ്പെടുന്നത്. നമ്മെ സംബന്ധിച്ച് ഒരു അത്ഭുതത്തോടു കൂടിയാണ് അങ്ങനെ ഒരുമിച്ച് അത്രയും പശുക്കൾ നമ്മുടെ കേരളത്തിലെ ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മരണപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നമുക്ക് എന്തുവാന്ന് അടിയന്തരമായിട്ട് അറിയണമായിരുന്നു. നമ്മൾ ഡോക്ടർമാരെ ചുമതലപ്പെടുത്തി പോസ്റ്റ്മോർട്ടം നടത്താനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു. ഇതിനെ മറവ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഒരുക്കി. അപ്പോൾ നമുക്കറിയാം ചീനി തൊലിയാണ് കൊടുത്തത്. അതിനകത്ത് പലപ്പോഴും ചീനിക്കകത്ത് കട്ടുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം. നമ്മൾ പണ്ടൊക്കെ ചീനി വിഴുങ്ങുമ്പോൾ ഉള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷെ അതൊരിക്കലും കൊടുത്തുവിടാൻ പാടില്ലാത്ത ഒന്നാണ് കൊടുത്തത്. അതിനകത്ത് സൈനൈഡ് ഉൾപ്പെടെയുള്ള വിഷാംശം കലർന്നിട്ടുള്ളതാണ്. അപ്പോൾ ആ ആഹാരമാണ് കൊടുത്തതെന്ന് മാത്യുവിനെ ഞാൻ വിളിച്ചപ്പോൾ ഇന്നലെ മാത്യു എന്നോട് അതാണ് സൂചിപ്പിച്ചത്. അത് ഉണക്കിയത് ആണ് കൊടുത്തത്. അപ്പോൾ അത് നമുക്ക് കൊടുക്കാൻ പാടില്ലാത്ത ഒന്നായതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒരാഴ്ച കൊണ്ടും കൊടുത്തുകൊണ്ടിരുന്നു കുറേശ്ശെ. അപ്പോൾ ഒരാഴ്ച കൊടുത്തുകൊണ്ടിരുന്നത് കിടന്നതാണ്. പെട്ടെന്നാണ് ഈ ആഹാരം മെനഞ്ഞാന്ന് കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് മരണപ്പെട്ട് എത്രയും എണ്ണം മരണപ്പെടുന്ന അവസ്ഥയുണ്ടായത്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ദുരന്തമായിട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ ഏതായാലും നമ്മുടെ മാത്യുവിനെ പോലുള്ള ഒരു കുടുംബത്തെ ഞങ്ങൾ പണ്ട് മുതലേ നേരത്തെ തന്നെ സഹായിക്കുന്നതാണ്. കാരണം 2021 ഏറ്റവും നല്ല കുട്ടിക്കർഷകനുള്ള അവാർഡ് കിട്ടിയത് നമ്മുടെ മാത്യുവിനായിരുന്നു. ഞാൻ നേരിട്ട് വന്ന അവാർഡ് ഉൾപ്പെടെ കൊടുത്തതാണ്. അതിനുശേഷം നമ്മളിവിടെ തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോടൊക്കെ ചുമതലപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് RKI പദ്ധതി അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ പുൽകൃഷി നടത്താൻ അങ്ങനെ നടത്തുമ്പോൾ 1 ഏക്കറിൽ 12,000 രൂപ സബ്സിഡി, അതുപോലെ കന്നുകുട്ടി പരിപാലനം, വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്കീമുകൾ നമ്മൾ പശുക്കളെ ഉൾപ്പെടെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള പശുക്കളാണ് വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന, പ്രത്യേകിച്ച് അവരുടെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം. അതുകൊണ്ട് ഒരു പ്രത്യേക സ്നേഹം മാത്യുവിനോട് എപ്പോഴും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇന്നലെ ആശുപത്രിയിലാണെന്ന് അറിഞ്ഞു. മാത്യുവിൻ്റെ നമ്പർ എടുത്ത് ഞാൻ നേരിട്ട് വിളിച്ചു. മാത്യു ആയിട്ട് സംസാരിച്ചു. സങ്കടപ്പെടേണ്ട, ബുദ്ധിമുട്ടേണ്ട, എല്ലാവിധ സഹായവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന നിലയ്ക്ക് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ റോഷി മിനിസ്റ്ററും ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 5 പശുക്കളാണ് ഒരാഴ്ചക്കകം തരും. നല്ലതിനും പശുവിനെയാണ് തരുന്നത്. അപ്പോൾ അത് 5 പശു സൗജന്യമായിട്ട് ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. മറ്റുള്ള പശുക്കൾക്ക് പകരം നമ്മൾ ദുരന്ത നിവാരണ പദ്ധതി പ്രകാരമുള്ള പണം ഞങ്ങൾ അനുവദിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്. അതും എത്രയും പെട്ടെന്ന് ചെയ്യും. മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞു, കാരണം മിൽമയ്ക്കൊക്കെ പാല് കൊടുക്കുന്ന ആൾക്കാരാണ്. മിൽമയെടുത്ത് ഞങ്ങൾ പറഞ്ഞൊരു സഹായം വേണം. അപ്പം 3 പശുക്കൾക്ക് ഒരു 15,000 രൂപ വെച്ച് 45,000 രൂപയുടെ ചെക്ക് ഇന്നിപ്പോൾ കൊടുക്കുന്നുണ്ട്.
ബാക്കി ഫണ്ട് ഗവൺമെൻറ് തന്നെ നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനം ഞങ്ങൾ ചെയ്യുകയാണ്. നാളെ മന്ത്രിസഭയുടെ യോഗമുണ്ട്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരോട് മന്ത്രിസഭയിൽ ഞങ്ങളിത് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ അവിടെയും തീരുമാനിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും തീരുമാനിക്കട്ടെ എന്ന തരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ നഷ്ടപ്പെട്ട പശുവിനേക്കാളും മെച്ചമായ നിലയ്ക്ക് ഇനിയും ഈ പശുക്കളെ വളർത്താനുള്ള സൗകര്യവും സംവിധാനവും ഒക്കെ ഞങ്ങൾ മാത്യുവിൻ്റെ കുടുംബത്തിന് ചെയ്തു കൊടുക്കുകയാണ്. അതുകൊണ്ട് മാത്യു നിരാശപ്പെടേണ്ട. പൂർവാധികം ഭംഗിയോടുകൂടി എന്നത്തെയും പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് പശുവിനെ നോക്കി അതിന് ആഹാരം കൊടുത്ത് അതിനെ പശുവിനെ കറന്നെടുക്കുന്നതിനെല്ലാം ഒരുപാട് പ്രയത്നിക്കുന്ന കുട്ടികളാണ് ഇവിടെയുള്ള 3 പേരും. അമ്മ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പശുക്കളെ കൊണ്ട് തന്നെ നല്ലതുപോലെ ജീവിക്കാനുള്ളൊരു സാഹചര്യം ഞങ്ങൾ ഈ അവസരത്തിൽ സൃഷ്ടിക്കും എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മറ്റൊരു പ്രധാന കാര്യം തൊഴുത്ത് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. അതെ 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 പക്ഷേ അവർക്കത് 6 ലക്ഷം രൂപയോളം മുടക്ക് വന്നിട്ട് അതിന്റെ 1.5 ലക്ഷം രൂപയോളമാണ് മിൽമ കൊടുത്തത്. അതെ അതെ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ആയതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് എടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനെന്തെങ്കിലും ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്? പശുക്കളുടെ ഇൻഷുറൻസ് നമുക്ക് കഴിഞ്ഞ 2022-23 ഉണ്ടായിരുന്നു. അത് ഏകദേശം 60,000 പശുക്കൾക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ആ ഇൻഷുറൻസ് പദ്ധതി നമുക്കുണ്ടോ? മിൽമ ഇത്തവണ നമ്മൾ പുതുതായിട്ട് ഇൻഷുറൻസ് കൊണ്ടുവരുന്നേ ഉള്ളൂ. അത് കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും ബാധിച്ചാൽ ക്ഷീരസ്വാന്തനം പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവരുന്നുണ്ട്. 1 ലക്ഷം 2 ലക്ഷം രൂപ വരെ അവർക്ക് ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന സൗകര്യം ഒരുക്കും. ഇത്തവണ ഞങ്ങൾ കേന്ദ്രത്തിൽ നേരത്തെ തന്നെ ഇപ്പോൾ പേപ്പർ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 60 കോടി രൂപ കേന്ദ്രത്തിൻ്റെ തന്നെ ഇപ്പം ആദ്യമായിട്ട് ഞങ്ങൾക്കിപ്പോൾ അനുമതി കിട്ടാനുള്ള എല്ലാ സാഹചര്യവും ഇപ്പോൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതിനുള്ള അക്കൗണ്ടിങ് ഞങ്ങൾ തുടങ്ങാൻ പോവുക. അപ്പം കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാനുള്ള സംവിധാനത്തിലേക്ക് പോവുക. കേരളത്തിലെ ഗവൺമെൻറ് തുടങ്ങിയ പദ്ധതി നമ്മൾ വെറും 60,000 പശുക്കൾക്ക് മാത്രമായിരുന്നു ഇൻഷുറൻസ് വെച്ചിരുന്നത്. അത് കുറേച്ചേ ഒരു പഞ്ചായത്തിൽ വരുള്ളൂ. എന്തായാലും മാത്യു അതിനൊന്നിനും ഇൻഷുറൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് പകരമാണ് മാത്യുവിന് പശുക്കളെ കൊടുക്കുന്നതും. ഇനി ഞങ്ങൾക്ക് സ്കീമുകൾ എല്ലാ വർഷവും 5 പശുവിൻ്റെ 10 പശുവിൻ്റെ 20 പശുവിൻ്റെ സ്കീമുകളുണ്ട്. അതെല്ലാം ഓൺലൈനിലൂടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. അത് വല്ലതും വേണമെങ്കിൽ അത് നമുക്ക് കൊടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. തൊഴുത്തിന് 1.25 എത്ര കൊടുത്ത 1.5 ലക്ഷം കഴിഞ്ഞുകൊണ്ട് ഞങ്ങളിപ്പോൾ ഗവൺമെൻറ് സ്കീം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ മിൽമയോട് പറഞ്ഞു ഒരു തൊഴുത്ത് നിർമ്മിച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു. അവരാണ് ഈ 1.25 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കൊടുത്തത്. ബാക്കി എത്ര ആയെന്നുള്ളതൊന്നും പിന്നെ ഒരു പരാതിയായിട്ടൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതെ 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 അതെ. അതിന് പരിഹാരമാണ് ഞങ്ങളിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് പിന്നെ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അവരുടെ 60% ഫണ്ടും കേരളത്തിൻ്റെ 40% ഫണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളൊരു പുതിയ പദ്ധതിക്ക് ഇപ്പം രൂപം കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മൗന അനുമതി ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു അക്കൗണ്ടിങ് സിസ്റ്റം ഉണ്ട്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഫണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ ഫണ്ടും കൂടെ വെച്ചിട്ട് മുഴുവൻ കേരളത്തിലെ ക്ഷീരകർഷകർക്കും ഇൻഷുറൻസ് കൊടുക്കാനുള്ള സംവിധാനം. ചിലപ്പോൾ ഒരു വർഷം ഒരു മൊത്തത്തിൽ ഇത്രയും 60 കോടിക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ അതൊരു 2 വർഷം 3 വർഷം കൊണ്ട് മുഴുവൻ കർഷകർക്കും ഇൻഷുറൻസ് കൊടുക്കാനുള്ള ഒരു വലിയ പദ്ധതിക്കാണ് ഞങ്ങൾ തുടക്കം ഇടുന്നത്. അതെ. എന്താ മോനെ അത്ര ആയായിരുന്നോ? ഈ തൊഴുത്ത് നിർമ്മിക്കാൻ എത്ര ആയി? ബാക്കി പൈസ എവിടെ നിന്ന് എടുത്ത്? ബാക്കി അമ്മയുടെ ആങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ പേടിച്ചു. അതൊന്നും ആരെങ്കിലോടും പറഞ്ഞോ? ഇത് പറഞ്ഞിട്ടുണ്ടോ ആരെങ്കിലോട്? ഞാൻ കുട്ടതിൻ്റെ എല്ലാ ബില്ലുകളും മേഖലയിലേക്ക് കൊടുത്തായിരുന്നു. എല്ലാ ബില്ലും മൊത്തം. പക്ഷെ അവർക്ക് അത്രയും കൊടുക്കാൻ പറ്റുള്ളൂ മിൽമയ്ക്ക്. നമ്മൾ ഇത്രയും വലുത് നമ്മൾ അങ്ങനെ ചെയ്യാറില്ലായിരുന്നു കേരളത്തിൽ. 1.5 ആക്കി തന്നതാണ്. ഇതിപ്പോൾ വലിയ ഷെഡാണ്, നല്ല ഷെഡാണ് കേട്ടോ. പൊളിഞ്ഞൊന്നും പെട്ടെന്ന് വീഴത്തില്ല. അതിന് നമുക്ക് വേറെ എന്തെങ്കിലും സംവിധാനം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ എന്തായാലും പഞ്ചായത്തുകൾ സഹകരിക്കും, ബ്ലോക്ക് സഹകരിക്കും, ജില്ല സഹകരിക്കും. ഞങ്ങൾ അവരെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് പരമാവധി ഫണ്ട് സ്വരൂപിക്കാനുള്ളൊരു സംവിധാനം ചെയ്യാം. അതിലൂടെ അവർക്ക് വേണ്ടുന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാം. ഒരാഴ്ചയ്ക്കകം കൊടുക്കും. അതുമല്ല മിൽമയുടെ 45,000 രൂപ അന്ന് തന്നെ കൊടുക്കും. ചിലപ്പോൾ ഞങ്ങളും കൂടെ നേരിട്ട് വന്നിരിക്കും. 5 പശുക്കൾ നല്ല ഇനം പശുക്കൾ അത് 5 ഞങ്ങൾ ഇൻഷുർ ചെയ്ത് കൊടുക്കും. ഒരു പശു മരണപ്പെട്ട 1 ലക്ഷത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയും തിരിച്ചു കിട്ടും. അങ്ങനെ തന്നെ ചെയ്യും. അത് ഞങ്ങളുടെ തന്നെ വകുപ്പിൻ്റെ KLDB ബോഡിയിൽ നിന്നാണ് എടുക്കുന്നത്. മൂന്നാറിലോ മാട്ടുപ്പെട്ടിയിൽ നിന്നോ എടുക്കും. നല്ലയിനം പശുക്കൾ അവിടെ ഉള്ളത്. അപ്പം പിന്നെ നല്ലയിനം പശുക്കളല്ല ഇവിടെ ഉള്ള, സാധാ പശുക്കളല്ല ഉള്ളത്. നല്ല തീറ്റയൊക്കെ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കൃഷി കുറച്ചുകൂടെ പുൽകൃഷി നല്ലപോലെ നടത്തണം. ഇച്ചിരി ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ വാടകയ്ക്ക് വേണ്ട, ആരെങ്കിലും ചോദിച്ചാൽ അത് തരും.
പിന്നെ ഒന്ന് ചെയ്യേണ്ടുന്ന ഈ സ്റ്റാപ്പ് കട്ടർ മേടിക്കണം. കാരണം ഈ എന്താണ് പൈനാപ്പിളിൻ്റെ ഇത് കട്ടി നല്ല പാലാണ് കിട്ടും, നല്ല കട്ടി പാല് കിട്ടും അത് കൊടുത്താൽ. അപ്പോൾ നമ്മുടെ ഈ ഫണ്ട് കിട്ടുമ്പം നമ്മുടെയോ അല്ലാതുള്ള കുറച്ച് ഫണ്ട് ഇപ്പോൾ ഇവിടെ വരുന്നുണ്ട്. ആ ഫണ്ട് ഉപയോഗിച്ചൊരു സ്റ്റാപ്പ് കട്ടർ കൂടെ മേടിച്ചുകൂടെ ഫിറ്റ് ചെയ്തിട്ട് അത് പെട്ടെന്ന് അരിഞ്ഞു കൊടുക്കുക. ഇപ്പോൾ മോന് പഠിക്കാനൊക്കെ പോകാനും പറ്റും കേട്ടോ. ശരി മോനെ, എല്ലാ സഹായം ചെയ്തു തരും, ഒരു ബുദ്ധിമുട്ടും വരത്തില്ല. ഓക്കെ. അല്ല, കാലിത്തീറ്റയ്ക്കകത്ത് ചേരേണ്ടുന്ന ചേരുവകൾ ചേർത്തുകൊണ്ടാണ് കേരളത്തിലെ കാലിത്തീറ്റ കേരള ഫീഡ്സ് ഇറക്കുന്നത്. ഞാനത് പറയാൻ വിട്ടു. 1 മാസത്തെ കാലിത്തീറ്റയും മോന് തരും കേട്ടോ. കേരള ഫീഡ്സിൻ്റെ 1 മാസത്തെ ഇത്രയും പശുക്കൾക്ക് കൊടുക്കാനുള്ള കാലിത്തീറ്റയും കൂടെ ഇവിടെ എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ ചെയ്യുക. അവരോട് പറഞ്ഞുകൊണ്ട് ഇറക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 പശുവും കൂടെ വരുമ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ആഴ്ച തന്നെ ചെയ്യാം. ഒരു ദിവസം പോലും നമ്മൾ നീട്ടി വെക്കത്തില്ല. പിന്നെ കാലിത്തീറ്റ ഒരു പുതിയ നയം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പുതിയൊരു പിന്നെ പദ്ധതി അല്ലല്ലോ, സ്കീം. നമ്മളിപ്പോൾ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലിൽ കാലിത്തീറ്റ കഴിച്ച് മരണപ്പെടുന്ന പശുക്കൾ ഏതെങ്കിലും കേരളത്തിലുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കാനുള്ള നടപടികൾ, ജയിലിലടയ്ക്കാനുള്ള നടപടികൾ, അവർക്ക് പണം കെട്ടി വയ്ക്കാനുള്ള നടപടി, എല്ലാ നടപടികളും ആ ഒരു പിന്നെ സ്കീമിലൂടെ വരാൻ പോവുകയാണ്. അപ്പോൾ അത് ഇപ്പോൾ പ്രാബല്യത്തിൽ വരും. ഗവർണർ ഒപ്പിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന്, ഒപ്പിട്ടിട്ടുണ്ട്, വളരെ പെട്ടെന്ന് അത് നടപ്പിലാക്കാനുള്ളൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. കാരണം കഴിഞ്ഞ 6 മാസക്കാലത്തിന് മുമ്പ് കേരളത്തിൽ ഒട്ടനവധി പശുക്കൾ മരണപ്പെട്ടു. അത് കേരളത്തിൽ കൊണ്ടുവന്ന ഒരു കാലിത്തീറ്റയിൽ നിന്നാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഒരു നടപടികൾ എടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇനിയുള്ള കാലിത്തീറ്റ, ഏറ്റവും ഗുണനിലവാരമുള്ള കാലിത്തീറ്റ മാത്രമേ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിനുള്ള പിന്നെ പദ്ധതികളാണ് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ബില്ലാണ് കേരളത്തിൻ്റെ നിയമസഭയിൽ ഞങ്ങളിപ്പോൾ പാസ്സാക്കിയെടുത്തത്. ഇവിടുത്തെ കാലിത്തീറ്റ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞിട്ട് അത് തൂറ്റി അവസാനം കാവും ബ്ലഡും തന്നെയാണ്. അതിനി വേറെ വല്ലത്തിൻ്റെ കുഴപ്പമാണോ അസുഖമാണോ ഒന്നും അറിയാൻ പറ്റില്ല. പരിശോധിക്കണം കേട്ടോ. കാരണം കേരളം മൊത്തം കൊടുക്കുന്ന കേരള ഫീഡ്സ്, അങ്ങനെ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ വരണം. തൊടുപുഴ വെള്ളിയാമറ്റത്ത് കുട്ടിക്കർഷകരുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് മന്ത്രിമാരായ ചിഞ്ചു റാണിയും റോഷി അഗസ്റ്റിനും. വലിയ ഇടപെടലാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. മാത്യുവിൻ്റെ കുടുംബത്തിനുള്ള എല്ലാ സഹായവും സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനം, ഒരാഴ്ചയ്ക്കുള്ളിൽ 5 പശുക്കളെ, മുന്തിയ ഇനം പശുക്കളെ നൽകും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതെല്ലാമാണ് കുടുംബത്തോട് നേരിട്ടെത്തി മന്ത്രി ചിഞ്ചു റാണി വിശദീകരിച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.